കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുഭാഷിനെയും സുനന്ദയും തമ്മിൽ കല്യാണം കഴിപ്പിക്കണമെന്നൊക്കെ തീരുമാനിക്കുകയാണ് നിധി. പറ്റുമെങ്കിൽ അത് ഉടനെ തന്നെ നടത്തണം. അതിനു വേണ്ടിയിട്ട് നിധി ആദ്യം അവിടെ പോയിട്ടൊന്ന് സംസാരിക്കാൻ നോക്കി. പക്ഷേ നിധി തനിച്ച് ചെന്നത് കൊണ്ട് തന്നെ ആ വീട്ടുകാർ നിധിയെ ആകെ ഇട്ടങ്ങ് അപമാനിച്ചിട്ടാണ് അവിടെ നിന്നും ഇറക്കി വിട്ടത്. എന്നാലും അത്ര പെട്ടെന്ന് അങ്ങനെ പിന്മാറാനൊന്നും നിധി തയ്യാറായില്ല. അവർ നിധിയോടൊരു കാര്യം കൂടെ വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്കെന്താണ് ഈ നാണമില്ലേ തനിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് പെണ്ണ് ചോദിക്കാൻ? നിനക്ക് അത്രക്ക് ചുണയുണ്ടെങ്കിൽ അവിടുത്തെ ആണുങ്ങളെയും കൂട്ടിയിട്ട് നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അന്നേരം നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറയാണ്. പിന്നീട് അങ്ങനെ നിധി ഇതിനെക്കുറിച്ച് വീട്ടിൽ വന്ന് സംസാരിക്കും. സുധീഷിനോടും നികേഷിനോടും ഹരീഷിനോടൊക്കെ പറയുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ചെന്നിട്ട് നേരിട്ട് പോയിട്ട് പെണ്ണ് ചോദിക്കാമെന്ന് പറയും. സുഭാഷിന് വേണ്ടി പെണ്ണ് ചോദിക്കാൻ പോരുന്ന കാര്യമാണ് അവൾ പറയുന്നത്. പക്ഷേ അവർക്കെല്ലാവർക്കും നല്ല ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആ വീട്ടുകാരുടെ സ്വഭാവം അവർക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. സ്വന്തം അമ്മായാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവർക്ക് ഈ പറയുന്ന സുഭാഷിനെ പണ്ടേ തന്നെ ഇഷ്ടമില്ലായിരുന്നു. ഈ കുടുംബത്തെ പോലും അവർക്ക് ഇഷ്ടമില്ല. പക്ഷേ നിധി ആവലാതിപ്പെട്ടത് കേട്ടപ്പോഴേക്കും അവർക്ക് ചെറിയൊരു മനമാറ്റമൊക്കെ വന്നു തുടങ്ങി. അന്ന് രാത്രി എല്ലാവരും കൂടെ ഉറങ്ങാൻ കിടന്നിട്ടും നിധിക്ക് മാത്രം ഒട്ടും തന്നെ ഉറക്കം വന്നില്ല. അവൾ ആകെ അസ്വസ്ഥമായി പുറത്തു വന്നിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. സുധീഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിധി നീ ഉറങ്ങാതെ തന്നെ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം നിധി പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നില്ല സുധീഷേ. അല്ല നീ എന്താ ഇത്ര കാര്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് സുധീഷ് വീണ്ടും ചോദിക്കാണ്. ആ സമയത്ത് തന്നെ ഞാൻ സുഭാഷ് ഏട്ടൻ്റെ കാര്യം ആലോചിക്കുകയാണെന്ന് നിധി പറഞ്ഞു. സുഭാഷ് ഏട്ടൻ്റെ കാര്യമോ? അതെന്താ എന്ന് സുധീഷ് അത്ഭുതപ്പെട്ട് ചോദിക്കുന്ന സമയത്തിന് നിധി പറയുന്നുണ്ട്, അതെ സുഭാഷ് ഏട്ടൻ്റെയും സുനന്ദയുടെയും കാര്യമാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണം നടത്തണം. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അത്രമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യം നമുക്കറിയാലോ. അവരുടെ വീട്ടുകാർ കൂടെ ഒന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. അത് കേട്ടപ്പോൾ സുധീഷ് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഓ അതൊരു നല്ല കഥയായി. അതിന് അവർ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നിധി പറയുന്നുണ്ട്, നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു പോയി ചോദിക്കണം. അപ്പോൾ അവർക്ക് അത്ര പെട്ടെന്ന് സമ്മതിക്കാതിരിക്കാനൊന്നും പറ്റില്ലായിരിക്കും. അവരുടെ മോളുടെ ഇഷ്ടം കൂടി അവർ നോക്കണ്ടേ. നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ല നിധി എന്നിങ്ങനെ സുധീഷ് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും എനിക്കെന്തോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുമെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ് നിധി. സുഭാഷ് ഏട്ടനെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ചു നോക്കിയെന്ന് നിധി പറയാണ്. അത് കേട്ടപ്പോൾ സുധീഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഓഹോ ഇപ്പോൾ നീ വന്ന വശത്തിന് ഇവിടുത്തെ ഒരംഗമായി മാറിയല്ലോ എന്ന് പറയും. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, ഓ ഒന്ന് പോ സുധീഷേ, അതുകൊണ്ടൊന്നുമല്ല. ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് സുഭാഷ് ഏട്ടനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റേത് എത്ര നല്ല സ്വഭാവമാണെന്നറിയാമോ. ഇത്രയും നല്ലൊരു മനുഷ്യന് നല്ലൊരു പെൺകുട്ടിയെ തന്നെ കിട്ടേണ്ടേ. സുഭാഷേട്ടൻ്റെ മനസ്സിപ്പോൾ ആകെ നീറുകയാണ്. സുനന്ദയെക്കുറിച്ചുള്ള ചിന്തകളാണ് സുഭാഷേട്ടൻ്റെ മനസ്സിൽ മുഴുവൻ. ഇനി എത്ര പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചാലും സുഭാഷേട്ടൻ്റെ മനസ്സിൽ അവരൊന്നും സുനന്ദയുടെ സ്ഥാനത്തേക്ക് വരില്ല. പക്ഷേ നമ്മളോട് പുള്ളി അതൊന്നും തുറന്നു പറയില്ല. നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് സുഭാഷേട്ടൻ അതെല്ലാം തന്നെ ഉള്ളിലൊതുക്കുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന കാലം തൊട്ട് പുള്ളിയെ ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങിയതാണെന്ന് പറയാണ് നിധി. ഇതേ സമയത്തിന് അകത്ത് നിന്നും നികേഷും ഹരീഷും സുഭാഷും കൂടി കിടക്കുകയായിരിക്കും. സുഭാഷ നികേഷിനോട് ചോദിക്കുന്നത്, നീ ഉറങ്ങിയില്ലടാ എന്ന്. ഇല്ല സുഭാഷ് ഏട്ടാ എന്ന് നികേഷ് മറുപടി കൊടുത്തു. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, ഞാനും ഉറങ്ങിയിട്ടില്ല എന്ന് പറയും. കണ്ടില്ലേ ഇവർ രണ്ടുപേരും പുറത്തുനിന്ന് സംസാരിക്കുന്നത് കണ്ടോ എന്ന് സുഭാഷ് ചോദിച്ചു. അത് സുധീഷിനെയും നിധിയെയും കുറിച്ചാണ് അവർ പറയുന്നത്. അതെ ഞാൻ ശ്രദ്ധിച്ചു എന്ന് നികേഷ് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അധികം വൈകാത്തതിന് അവർ രണ്ടുപേരും ഒന്നിക്കുമെന്നാണ്. ഇപ്പം കണ്ടില്ലേ നിധി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അവൾ വീട് വിട്ടു പോകുമെന്ന്. നിധി ഇപ്പം തന്നെ വീട്ടിലെ ഒരു മരുമോളായി കഴിഞ്ഞു. ഇനി അങ്ങനെ പെട്ടെന്നൊന്നും അവൾക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റില്ല. അവൾ വന്നതിന് ശേഷം ഈ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് സുഭാഷ് ഓർത്തെടുത്തങ്ങനെ പറയാണ്. പിന്നീട് സുഭാഷ് പറയുന്നുണ്ട്, ഞാൻ എത്ര ക്ഷേത്രത്തിൽ പോയി ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നറിയാമോ. നേർച്ചയും വഴിപാടും ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവർ രണ്ടുപേരും ഒന്നിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും. ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ഒരു പക്ഷേ നിധി ഈ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ സുധീഷിന് അതൊരിക്കലും താങ്ങാൻ പറ്റില്ല എന്ന് പറയാണ് സുഭാഷ്. അത് കേട്ട ഉടനെ തന്നെ നികേഷ് പറയുന്നുണ്ട്, ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് സുഭാഷ് ഏട്ടാ. പിന്നീട് സുഭാഷ് തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ നോക്കി. ആ സമയം തന്നെ നികേഷ് ഹരീഷിനോട് പതുക്കെ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് നോക്കണമെന്ന്. നിധിയേട്ടത്തി പറഞ്ഞതുപോലെ തന്നെ സുനന്ദയുമായിട്ടുള്ള ആ ഒരു ആലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഹരീഷും അത് ശരിവെച്ചു. എനിക്കും തോന്നുന്നുണ്ട് അവിടെ പോയിട്ട് സംസാരിക്കണമെന്ന്. നികേഷ് പറയുന്നുണ്ട്, നിധിയെടുത്തി പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലും ഇത് തന്നെയാണ് വന്നത്. പക്ഷേ നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് എന്ന് പറയും. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, എനിക്കിതിൽ പരിപൂർണ സമ്മതം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ഇതിനൊരു തീരുമാനമെടുക്കാമെന്ന് അവർ രണ്ടുപേരും പറഞ്ഞുറപ്പിച്ചു.
പിറ്റേന്ന് സുധീഷ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തിന് നിധി അങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയത്തിന് ഹരീഷും നികേഷും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിധി ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് നമുക്ക് സുനന്ദയുടെ വീട് വരെ ഒന്ന് പോവേണ്ടേ എന്ന്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെ പോവണം, പോവാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് അങ്ങോട്ടേക്ക് പോയി തന്നെ പെണ്ണ് ചോദിക്കാം, ഇനി നമ്മൾ ചോദിച്ചില്ല എന്ന് വേണ്ടല്ലോ. അത് കേട്ടപ്പോൾ ഹരീഷും പറയുന്നുണ്ട്, അത് ശരിയായ കാര്യമാണ്. നികേഷും അവരുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. അന്നേരം നിധി തടയുന്നുണ്ട്, വേണ്ട വേണ്ട, ചെറിയ കുട്ടികളെ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയും. ചെറിയ കുട്ടികളോ? ഞാനോ? ഞാൻ കൊച്ചു കുഞ്ഞൊന്നുമല്ല. എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് ഞാനും വരും, എനിക്കും വരണമെന്ന് നികേഷ് നിർബന്ധം പിടിച്ചു. ഒടുവിൽ നിധി പറയുന്നത്, ശരി ശരി, എന്തായാലും വന്നോ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, സുഭാഷ് ഏട്ടൻ ജോലിക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും പോവാമെന്ന് പറയും. അങ്ങനെ അന്ന് സുഭാഷ് പണിക്ക് പോവാനായിട്ട് ഇറങ്ങി വരികയാണ്. നോക്കുമ്പോൾ 4 പേരും കൂടി അവിടെ ഭയങ്കര ചർച്ചയിലായിരിക്കും. സുഭാഷിനെ കണ്ടതോടുകൂടെ തന്നെ എല്ലാവരും പെട്ടെന്നങ്ങ് വർത്തമാനം നിർത്തിയിട്ട് വിഷയം മാറ്റിയാണ്. സുഭാഷ് അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇവിടെ ഇത്ര വലിയ ചർച്ച? ഏയ് ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, അവരങ്ങ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്തോ കാര്യമായിട്ടെന്തോ ചർച്ചയിലാണല്ലോ, എന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ നിർത്തുകയും ചെയ്തു എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിച്ചു. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, ഏയ് ഞങ്ങൾ ചുമ്മാ ഓരോ പൊതുവായ കാര്യങ്ങളൊക്കെ പറയായിരുന്നു എന്ന് പറയും. എന്നിട്ട് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ എന്ന് ചോദിക്കും. ഹരീഷിനോട് വർക്ക്ഷോപ്പിലേക്ക് പോകണ്ടേ എന്ന് ചോദിക്കാണ്. ആ ഇനി വേണം പോവാനെന്നവർ പറഞ്ഞു. ശരി, നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ എന്തോ എന്നിൽ നിന്ന് മറച്ചു വെച്ച് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി എന്ന് പറയും. എന്തോ ഗൂഢാലോചന ഇവിടെ നടക്കുന്നുണ്ട്. അന്നേരം നിധി പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞങ്ങൾ ചുമ്മാ ഓരോ കാര്യങ്ങളിങ്ങനെ പറയായിരുന്നു എന്ന് പറയും. ഹാ ആയിക്കോട്ടെ എന്നും പറഞ്ഞു കൊടുത്തിട്ട് സുഭാഷ് പതിവ് പോലെ തന്നെ അവിടെ നിന്നും പണിക്ക് പോയി. സുഭാഷ് പോയതോടുകൂടി തന്നെ നിധി പറയുന്നുണ്ട്, ഇനി സമയം കളയണ്ട, നമുക്ക് വേഗം തന്നെ ഇവിടെ നിന്നും ഇറങ്ങാമെന്ന് പറയും. അങ്ങനെ അവരവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഭാസ്കരൻ പാട്ടൊക്കെ പാടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം നിധിക്കൊരു ബുദ്ധി തോന്നി, നമുക്ക് അച്ഛനെ കൂടി കൂട്ടിക്കൊണ്ടുപോയാലോ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഓ അതൊരു നല്ല കഥയായിരിക്കും. അച്ഛനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം അതായിരിക്കും. അന്നേരം നിധി പറഞ്ഞു, അല്ല നമ്മളിങ്ങനെ പെണ്ണ് ചോദിക്കുമ്പോൾ മുതിർന്ന ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? കാരണവർമാർ ആരെങ്കിലും കൂടെ വരുന്നത് ഒരു അന്തസ്സല്ലേ? അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്ന്. അത് കേട്ടപ്പോൾ നിധിക്ക് ആകെ വിഷമമായി. എന്നാലും ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയാണ് നിധി. ശരി ചോദിച്ചോ, ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല എന്ന് അവരും സമ്മതിച്ചു. അങ്ങനെ ഭാസ്കരൻ അകത്തേക്ക് പോവാൻ തുടങ്ങിയപ്പോൾ നിധി പതുക്കെ വിളിച്ചു, അച്ഛാ ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ, അത് പിന്നെ സുനന്ദക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ്, സുഭാഷ് ഏട്ടന് സുനന്ദയും ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് സുനന്ദയുടെ വീട്ടിൽ പോയിട്ടൊന്ന് ആലോചിച്ചാലോ എന്ന് ചോദിക്കും. ഇത് കേട്ടതോടുകൂടി തന്നെ ഭാസ്കരൻ ദേഷ്യം വന്നിട്ടങ്ങ് പൊട്ടിത്തെറിച്ചു. നിനക്ക് എന്താടി കൊച്ചേ, തലക്ക് വല്ല ഓളവുമുണ്ടോ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവർക്ക് ഇഷ്ടമാണ് പോലും എന്ന് കരുതിയിട്ട് ഈ വിവാഹം നടത്താൻ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് ഇത്തിരി വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. ഇത്രയും നാൾ ഞാൻ അങ്ങനെയാണ് നിന്നെ കണ്ടത്. എന്നിട്ട് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ നിനക്കെങ്കിലും ഇവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൂടായിരുന്നോ? നീയൊക്കെ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അവിടെ പെണ്ണ് ചോദിച്ചു ചെന്നാൽ അവരുടനെ തന്നെ എടുത്തു തരുമായിരിക്കും. പിന്നെ ഒരു കാര്യം, ഇനി അവർ സമ്മതിച്ചാൽ പോലും ഞാൻ ഈ വീട്ടിൽ ഒരിക്കലും അവളെ കയറ്റില്ല. അവൾ ഈ വീട്ടിലേക്ക് വരുന്നത് പോലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇടയ്ക്ക് പാത്തും പതുങ്ങിയുമൊക്കെ അടുക്കള വശത്തിലൂടെ വന്ന് സംസാരിക്കുന്നത് പോലും എനിക്ക് ദേഷ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിക്കില്ല. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും ഞാനത് സഹകരിക്കില്ല എന്ന് കട്ടായം പറയാണ് ഭാസ്കരൻ. നിധി വീണ്ടും പറയാൻ നോക്കി, അച്ഛാ അത് പിന്നെ അവർക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്ന് പറയുമ്പോഴേക്കും, നീ ഏതായാലും കൂടുതലൊന്നും പറയണ്ട, എന്നെ ഇതിലേക്ക് പ്രതീക്ഷിക്കേ വേണ്ട, ഞാനിങ്ങോട്ടേക്ക് കയറ്റത്തുമില്ല. അന്നേരം ഭാസ്കരൻ്റെ ഫോണ് ബെല്ലടിച്ചു. അദ്ദേഹം ദേഷ്യത്തോടു കൂടി തന്നെ ഫോണെടുത്ത് സംസാരിച്ച് അവിടെ നിന്നങ്ങ് പോവാണ്. ആ സമയത്തിന് നിധി സുധീഷിനോട് പറഞ്ഞു, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നിധിയും സുധീഷും ഹരീഷും നികേഷും കൂടി നേരെ സുനന്ദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ലളിത പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താടി നിനക്കിവിടെ കാര്യമെന്ന് ചോദിക്കുകയാണ് ലളിത. ആ സമയത്തിന് സുനന്ദയുടെ അച്ഛൻ ഗംഗാധരനും എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. ഓഹോ, നീ മുൻപ് വന്നിട്ട് പോയത് പോരാഞ്ഞിട്ട് ഇപ്പോൾ ഇവരെയും കൂട്ടി വന്നിരിക്കുകയാണോ? നിനക്ക് നാണമില്ലേടി എന്ന് ചോദിച്ച് അയാൾ ദേഷ്യപ്പെടുകയാണ്. നിധി പറയുന്നുണ്ട്, അതെ ഞങ്ങൾ സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ട് പെണ്ണ് ചോദിക്കാൻ വന്നതാണെന്ന് പറയും. സുഭാഷ് ഏട്ടന് വേണ്ടിയിട്ടോ? നാണമുണ്ടോടി നിനക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ? നിന്നെ അന്ന് ഞാൻ പറഞ്ഞു വിട്ടതല്ലേ? പിന്നെ എന്ത് ധൈര്യത്തിലാണ് നീ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വന്നത്? വലിയ വീട്ടിലെ പെണ്ണാണെന്നൊക്കെ വിചാരിച്ച് വിവരമുണ്ടെന്നാണ് കരുതിയത്. നീ ഇപ്പോൾ ഇവരോടൊപ്പം ചേർന്ന് കൊടുത്തിട്ട് കളിക്കാൻ ഇറങ്ങിയിരിക്കുവാണല്ലേ എന്ന് പറഞ്ഞ് ലളിത കുറേ അങ്ങ് ചീത്ത വിളിച്ചു. അന്നേരം നിധി പറയുന്നത്, അതെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. സുനന്ദക്ക് സുഭാഷ് ഏട്ടന് ഇഷ്ടമാണ്, തിരിച്ച് പുള്ളിക്കും സുനന്ദയും ഇഷ്ടമാണ്. അന്നേരം ലളിത പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് നല്ലൊരു ഗൾഫുകാരൻ്റെ ആലോചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, അല്ലാതെ നിൻ്റെ വീട്ടിലെ ആ ഒരു മേസ്തിരിയൊന്നുമല്ല.
അത് നടക്കാൻ പോകുന്ന കാര്യമില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളണം. നിധി വീണ്ടും പറയുന്നുണ്ട്, എത്ര ഗൾഫുകാരൻ വന്നാലും സുനന്ദയ്ക്ക് അയാളൊന്നും ഇഷ്ടമില്ലല്ലോ. വേറെ കല്യാണം കഴിച്ചാലും സുനന്ദയുടെ മനസ്സിൽ അയാൾക്കൊരിക്കലും സ്ഥാനമുണ്ടാവില്ല. അതുകൊണ്ട് ഈ ബന്ധം നടത്തിക്കൊടുക്കുന്നതല്ലേ നല്ലത്. അതിനൊക്കെ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളാണ്. നീ അതിലൊന്നും ഇടപെടാൻ വരണ്ട എന്ന് ലളിത ദേഷ്യപ്പെട്ട് പറയാണ് നിധിയോട്. സുധീഷ് അമ്മായി എന്ന് വിളിച്ച് സംസാരിക്കാൻ നോക്കിയപ്പോൾ ലളിത അങ്ങ് ചൂരായി. ആരാടാ നിന്റെ അമ്മായി? മിണ്ടിപ്പോവരുത്. നിനക്കൊക്കെ എങ്ങനെ ഈ വീട്ടിൽ കാലുകുത്താൻ തോന്നിയടാ? ഇവള് വാലെ തൂങ്ങി വന്നപ്പോഴേക്കും നീയും കൂടെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടോ. എൻ്റെ തനി സ്വരൂപം നീയൊക്കെ കാണും. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാനങ്ങ് കുറ്റിച്ചൂലെടുക്കും. സുനന്ദ അങ്ങോട്ടേക്ക് വന്നു. അവളുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പുറത്തങ്ങനെ ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. അവരൊക്കെ നോക്കി നിൽക്കുമായിരിക്കും. ഹരീഷിനും നികേഷിനും ഒക്കെ നല്ല നാണക്കേട് തോന്നി. കല്യാണം ആലോചിച്ച് വന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെട്ട അവസ്ഥ. പക്ഷേ നിധി വിട്ടുകൊടുത്തില്ല. അവൾ വീണ്ടും പറഞ്ഞു നോക്കി, അവളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. സുഭാഷേട്ടൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. ഒന്നുമില്ലെങ്കിലും നമ്മൾ ബന്ധുക്കളല്ലേ. അത് കേട്ട ഉടനെ തന്നെ ലളിത കൂടുതലങ്ങ് കടുത്തു. ബന്ധുക്കളോ? ആരുടെ ബന്ധുക്കൾ? ഒരു കൊലപാതക വീട്ടിലേക്ക് എൻ്റെ മോളെ ഏതായാലും കെട്ടിച്ചു വിടില്ല. അവൾ ഇവിടെ ഇരുന്ന് മൂത്ത് നരച്ചു പോയാലും ശരി, അങ്ങോട്ടേക്ക് ഞാൻ ഏതായാലും അവളെ വിടില്ല എന്ന് ലളിത ദേഷ്യപ്പെട്ട് പറയാണ്. എന്നിട്ട് ലളിത പുറത്തേക്ക് ഇറങ്ങി അയൽക്കാരോടൊക്കെ വിളിച്ചു പറഞ്ഞു, കണ്ടില്ലേ, എൻ്റെ മോൾക്ക് ഗൾഫുകാരൻ്റെ ആലോചന വന്നപ്പോൾ ഇവൾക്കത് സഹിക്കുന്നില്ല. ഭാസ്കരൻ ഇവരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് പെണ്ണാലോചിക്കാൻ. വല്ലാത്തൊരു വിഷമമായി പോയി. ഈ സമയത്താണ് സുഭാഷേട്ടനാണെങ്കിൽ പരിസ്ഥലത്തായിരിക്കും. അവൻ്റെ ഒരു കൂട്ടുകാരൻ ഓടി വന്ന് പറഞ്ഞു, സുഭാഷേ, നിന്റെ അമ്മയുടെ വീട്ടിലൊക്കെ ആകെ പ്രശ്നമാണ്. അവിടെ വഴക്ക് നടക്കുന്നത് എനിക്ക് എന്തായെന്ന് സുഭാഷ് ചോദിച്ചു. അല്ല, നിന്റെ അനിയന്മാരും സുധീഷിൻ്റെ ഭാര്യയുമൊക്കെ അവിടെയുണ്ട്. അത് കേട്ടപ്പോൾ സുഭാഷ് ആകെ ഞെട്ടി. അവൻ നേരെ വീട്ടിലേക്ക് ചെന്നു. സുനന്ദയുടെ വീട്ടിൽ നിന്ന് ആകെ അപമാനിതരായി തിരികെ വരികയായിരുന്നു അവർ. ഭാസ്കരൻ അവിടെ കലിപ്പ് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന്. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ടിപ്പോൾ എങ്ങനെയായി? മര്യാദക്ക് പറഞ്ഞ് കേൾക്കാതെ നാണം കെടാൻ പോയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഭാസ്കരൻ അവരെയൊക്കെ വഴക്ക് പറഞ്ഞു. നികേഷിന് അത് കേട്ടപ്പോൾ തന്നെ കലിപ്പ് കയറി. എല്ലാം നിങ്ങൾ കാരണമാണച്ചാ എന്ന് വിളിച്ചു പറയാണ് നികേഷ്. നിങ്ങൾ നേരെ ചൊവ്വേ നടന്നിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതിയൊന്നും വരില്ലായിരുന്നു. നിങ്ങളൊരു കൊലപാതകി ആയതുകൊണ്ടല്ലേ ഞങ്ങൾക്കിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ചിങ്ങനെ തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റാത്തത്. അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങളെ ആട്ടിയിറക്കിയതൊക്കെ നിങ്ങൾ കാരണമാണ്. നിങ്ങൾ ഇതൊക്കെ കുഞ്ഞുനാൾ തൊട്ട് ഞങ്ങളെയൊക്കെ അനുഭവിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നികേഷ് കരഞ്ഞുകൊണ്ട് പറയും. നിധി അവനെ തടയാൻ നോക്കിയെങ്കിലും അവന് സങ്കടം സഹിക്കാനായില്ല. ഭാസ്കരൻ ആകെ തളർന്നു പോയി. നികേഷിൻ്റെ വാക്കെല്ലാം കേട്ടതോടുകൂടി തന്നെ ഭാസ്കരൻ ആകെ തകർന്നു പോയി. ആ സമയത്താണ് ഇതെല്ലാം കണ്ടുകൂടി തന്നെ സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. തനിക്ക് വേണ്ടിയിട്ട് വീട്ടുകാരെല്ലാവരും സുനന്ദയുടെ വീട്ടിലേക്ക് പോയിട്ട് നാണം കെട്ടു എന്നറിഞ്ഞതോടുകൂടി തന്നെ സുഭാഷിന് ആകെ വിഷമായിരിക്കും. അങ്ങനെ ആകെ വിഷമിച്ച് തളർന്നു കൊടുത്തിന് സുഭാഷ് വീട്ടിലേക്ക് വരുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.